രാമക്ഷേത്രത്തെ പിന്തുണച്ച ബി.ജെ.പി. അല്ലാത്ത രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരുന്നു ജയലളിത. തന്റെ ഹിന്ദു ഐഡന്റിറ്റി പരസ്യമായി പറയുന്നതിനും ജയലളിതയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയലളിത ഒരു യഥാർത്ഥ ഹിന്ദു നേതാവായിരുന്നു. ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയാണ് ജയലളിത എന്ന ഹിന്ദു നേതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ മറ്റാരെക്കാളും വലിയ ഹിന്ദു നേതാവായി മാറുമായിരുന്നു എന്നും അണ്ണാമല പറയുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം, അതിന് തമിഴ്നാട്ടിൽ വലിയ സാധ്യതകളുണ്ട്. ജയലളിതയുടെ മരണത്തോടെ ശൂന്യമായ മേഖല പ്രയോജനപ്പെടുത്താൻ ബി.ജെ.പിക്ക് സാധിക്കും. ഹിന്ദു വോട്ടർമാർ സ്വാഭാവികമായും തങ്ങളുടെ നേതാവായി ജയലളിതയെ സ്വീകരിക്കുകയായിരുന്നു. ഹിന്ദു ഐഡന്റിറ്റി പരസ്യമായി പറയുന്നതിന് അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ജയലളിത ഇല്ലാത്ത ഈ ശൂന്യതയാണ് ബി.ജെ.പിക്ക് നികത്താൻ സാധിക്കുക. രാമക്ഷേത്രത്തെ പിന്തുണച്ച ബി.ജെ.പി. അല്ലാത്ത രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരുന്നു ജയലളിത. 2002-2003 മതം മാറ്റത്തിനെതിരെ അവർ നിയമം കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവരുടെ മരണശേഷം അവരുടെ പാർട്ടിയായ അണ്ണാ DMK ഈ നയത്തിൽ നിന്ന് മാറി. ഇതുമൂലം തമിഴ്നാട്ടിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടായത്. ആ ശൂന്യത നികത്തുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ചെയ്യുന്നതെന്നും അണ്ണാമല വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ അണ്ണാമലയുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ദ്രാവിഡ നേതാവായാണ് അവസാന ശ്വാസം വരെ ജയലളിത ജീവിച്ചിരുന്നുവെന്ന് തോഴി ശശികല പറയുന്നു. ജയയ്ക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, മതവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ശശികലയുടെ വാദം. അതെങ്ങനെയെന്നതാണ് ചോദ്യം. കടുത്ത വിശ്വാസിയായിരുന്നു ജയലളിത എന്ന് തെളിയിക്കുന്നതാണ് പലപ്പോഴും ജ്യോതിഷികളുമായി ജയലളിത പുലർത്തിയിരുന്ന അടുത്ത ബന്ധം. പല നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും മുഹൂർത്തം നോക്കുന്ന സ്വഭാവം ജയലളിതയ്ക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പതിവായി സന്ദർശിക്കുന്ന വ്യക്തിയായിരുന്നു ജയലളിത. ജയലളിത അനുവദിച്ചിട്ടുള്ള വിരലിലെണ്ണാവുന്ന ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കരൺ താപ്പർ BBC-ക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾ വളരെ ലാഘവത്തോടെ നേരിടുമ്പോഴും അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ജയലളിത ഒഴിഞ്ഞുമാറിയിരുന്നു. അന്ധവിശ്വാസങ്ങളില്ല എന്നു പറയുന്ന ജയലളിത തൻ്റെ പേരിൽ വരുത്തിയ മാറ്റവും നമ്മളിവിടെ ആലോചിക്കേണ്ടതാണ്. ജയലളിത JAYALALITHA എന്ന ജയലളിത 2001 പേരിൽ അവസാനം ഒരു A കൂടി ചേർത്തത് എന്നറിയുമ്പോൾ തൻ്റെ വിശ്വാസത്തെ ഒരിക്കലും അവർക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല എന്നതിനുള്ള മറ്റൊരു തെളിവാണത്. ന്യൂമറോളജിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്ര ഈ മാറ്റം. നിരവധി അഴിമതി കേസുകളിൽപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിക്കുമ്പോഴാണ് പേര് മാറ്റിയത്. പിന്നീട് സുപ്രീം കോടതിയും കേസുകളിൽ കുറ്റവിമുക്തമാക്കിയതോടെ 2003 അവർ വീണ്ടും മുഖ്യമന്ത്രിയായി. ജയലളിതയുടെ വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ആധാരം അവർ ചെറുപ്പകാലത്ത് നേരിടേണ്ടി വന്ന ജീവിതാനുഭവങ്ങളാണെന്ന് അവരോട് അടുപ്പമുള്ളവർ പറയും. ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കാവുന്നത് അവനവനെ മാത്രം എന്ന് വിശ്വസിച്ചിരുന്ന ജയലളിത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജ്യോതിഷത്തെയും മുഹൂർത്തങ്ങളെയും ആശ്രയിച്ചു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ജയലളിത ഉറച്ചു വിശ്വസിച്ചിരുന്നു. കേസുകളുടെ ഒഴിയാബാധയിൽ നിന്ന് രക്ഷ തേടി പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ എന്ന ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം ജയലളിത ആലത്തിയൂരിലെ ഹനുമാൻ കാവിലെത്തിയത്. ഉദ്ദിഷ്ടകാര്യത്തിന് തന്നെയാണ് ജയലളിത ഗുരുവായൂർ നടക്കൽ ആനയെ സമർപ്പിച്ചതും. പിന്നീട് തെരഞ്ഞെടുപ്പിലും ജ്യോതിഷ പ്രവചനങ്ങൾ ജയ മുഖവിലയ്ക്ക് എടുക്കുക തന്നെ ചെയ്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ തുടങ്ങി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ വരെ ജ്യോതിഷത്തിലുള്ള വിശ്വാസം ജയ എന്നും സൂക്ഷിച്ചു. ആലത്തൂർ ഉണ്ണിപ്പണിക്കരുടെ നിർദ്ദേശങ്ങളായിരുന്നു പലപ്പോഴും ജയലളിതയ്ക്ക് വിശ്വാസമായത്. ഇനി പറയൂ, ജയലളിത ഒരു തികഞ്ഞ ഹിന്ദു നേതാവായിരുന്നില്ലേ? എന്തിനാണ് അണ്ണാമലയുടെ ഈ വാദത്തെ വിവാദമാക്കുന്നത്? ശരിക്കും തമിഴ്നാട്ടിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളവർക്ക് ആകപ്പാടെ ചൊറിയും. എന്തായാലും ഇപ്പോൾ പുതിയ ഒരു വിവാദവുമായി അണ്ണാമല എത്തിയിരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു വിവാദമല്ല. ജയലളിതയുടെ പല ജീവിതങ്ങളും, അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഹിന്ദുത്വത്തെ സ്നേഹിച്ചിരുന്ന ഒരു നേതാവ് തന്നെ ആയിരുന്നു ജയലളിത എന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.